കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം ഒരിക്കലും ചതിക്കത്തില്ല. 100% അവരെ വിശ്വസിക്കാം. ഇത് ഞാൻ പറയുന്നതല്ല, പ്രായമായ വയസ്സായ ഒരു ഉമ്മ പറയുന്നതാണ്. ആ ഉമ്മയുടെ വാക്കുകളിലേക്ക്. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നല്ലത്. എന്തുകൊണ്ട് നോക്കിയാലും ഏതിനും അവർ ചതിക്കത്തില്ല. ഇവിടെ ഞങ്ങളെയൊക്കെ തുരത്താൻ കുറെ പണിയായിരുന്ന ആൾക്കാര്, അതൊക്കെ ആരാ അതിനൊക്കെ മുന്നിട്ട് നിന്നത്? ഞാൻ മരിച്ചാലും മറക്കത്തില്ല. ഞങ്ങളെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ അവര് തന്നെ പറ്റും. അതെ, ആ ഉമ്മ പറയുന്നത് പോലെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ ആരെയും ചതിച്ച ചരിത്രമില്ല. അതിലുപരി ഇടതുപക്ഷത്തെ വിശ്വസിക്കാം. എന്തുകൊണ്ട് വിശ്വസിക്കാം? ഈ പറയുന്ന പ്രായമായ ആ ഉമ്മയായാലും ശരി, അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റുള്ള അച്ഛനമ്മമാരായാലും ശരി, അവരുടെ കൈകളിലേക്ക് ഓരോ മാസവും 2000 രൂപ വീതമാണ് ഈ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നത്. പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കുന്നു. അതിലുപരി വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുന്നു. സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട സംരക്ഷണം, കരുതൽ ഉറപ്പാക്കുന്നു. ഇതിലും വലിയ വികസനങ്ങൾ കേരളത്തിൽ ഉടനീളം സാധ്യമാക്കുന്നു. ഇനി പറയൂ, ഇതിനും അപ്പുറത്തേക്ക് ഒരു സർക്കാരിനെ കൊണ്ട് എന്താണ് ചെയ്യുവാൻ കഴിയുക? ഇടതുപക്ഷം ജനങ്ങൾക്ക് മുന്നിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇന്നത് വാഗ്ദാനങ്ങൾ മാത്രമല്ല, മറിച്ച് അതിനെ അവർ കൃത്യമായി പ്രാവർത്തികമാക്കിയിരിക്കുന്നു. 2000 രൂപ അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കും, പെൻഷനായി വയോധികരുടെ കരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു, കൃത്യമായി എത്തിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു, അതും കൃത്യമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു, അതും ചെയ്തിരിക്കുന്നു. കേരളത്തിനുള്ളിൽ ആരൊക്കെയുണ്ടോ, അതിന് അതിഥി തൊഴിലാളികളാണെങ്കിൽ അങ്ങനെ, കേരളത്തിലുള്ള മലയാളികളാണെങ്കിൽ അങ്ങനെ, അവരാരും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാകില്ല എന്ന് പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതും സാധ്യമായിരിക്കുന്നു. അപ്പോ തുടക്കത്തിൽ ആ അമ്മ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ ഉമ്മ പറഞ്ഞതുപോലെ വിശ്വസിക്കാം. 2 കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഇടതുപക്ഷ സർക്കാരാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി, അവർ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം വരെയും ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും. നിലപാടുകളിൽ തന്നെ ഊന്നി നിൽക്കും. തമ്മിൽ കാലുവാരലുകളില്ല. ആർക്കൊക്കെ എന്തൊക്കെ എവിടെ വെച്ച് നൽകണമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു പ്രസ്ഥാനം. മറിച്ച് കോൺഗ്രസിലേക്ക് നിങ്ങൾ നോക്കൂ. വയനാട് ഫണ്ട്, വയനാട് ദുരിതത്തിൽ ഒന്നുമില്ലാതെ വഴിയരികിൽ നിൽക്കേണ്ടി വന്ന ജനങ്ങളുടെ വിഷമത്തെ പോലും മുതലെടുത്തുകൊണ്ട്, അവരുടെ ദയനീയാവസ്ഥയെ പോലും മുതലെടുത്തുകൊണ്ട് ഫണ്ട് പിരിച്ച് പുട്ടടിച്ചവരാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ സർക്കാർ ഒന്ന് പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ മാതൃകാ വീട് സഹിതം ദിവസങ്ങൾക്കുള്ളിൽ അവർക്കവിടെ കയറി താമസിക്കുവാൻ പാകത്തിന് എല്ലാം സജ്ജമായിരിക്കുന്നു. അപ്പോ ആ ഉമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ ഇടതുപക്ഷക്കാരാണ്, അവർ ഒരിക്കലും ചതിക്കില്ല. നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ കൂടെ ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് നിങ്ങളില്ല എങ്കിൽ പോലും നിങ്ങളെപ്പോലെ നിങ്ങളെ കുടുംബത്തെ അവർ സംരക്ഷിക്കും. അതാണ് ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിന് നൽകിയ വാഗ്ദാനം. വാഗ്ദാനമല്ല, ചെയ്ത് കാണിച്ച നല്ല പ്രവർത്തനങ്ങൾ.